ചലച്ചിത്ര മാമാങ്കത്തിന് നാളെ തിരുതെളിയും. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന 29ാമത് IFFKയ്ക്ക് നാളെ തുടക്കം. 15 വേദികളിലായി 177 സിനിമകൾ പ്രദർശനത്തിനെത്തും. ഡിസംബർ 13 മുതൽ 20 വരെയാണ് ചലച്ചിത്രമേള. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ തിരുതെളിയും. നാളെ വൈകുന്നേരം 6 മണിക്ക് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 13,000-ഓളം ഡെലിഗേറ്റുകളാണ് ഇത്തവണ ചലച്ചിത്രമേള കാണാൻ എത്തുന്നത്. ചലച്ചിത്രമേളയുടെ വിശേഷങ്ങൾ കാണാം. രാജ്യങ്ങളിൽ നിന്നുള്ള 177 സിനിമകളാണ് ഇത്തവണ രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പ്രദർശനത്തിനെത്തുന്നത്. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ 14 സിനിമകളും മലയാള സിനിമ ടുഡേ വിഭാഗത്തിൽ 12 ചിത്രങ്ങളും ഇന്ത്യൻ സിനിമ നൗ വിഭാഗത്തിൽ 7 സിനിമകളും പ്രദർശിപ്പിക്കും. മുൻനിര മേളകളിൽ പ്രേക്ഷകപ്രീതി നേടിയ ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ് ആണ് മേളയുടെ മറ്റൊരു ആകർഷണം. 13 ചിത്രങ്ങളാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിഖ്യാത ബ്രസീലിയൻ സംവിധായകൻ വോൾട്ടർ സാലസ് സംവിധാനം ചെയ്ത ഐ ആം സ്റ്റിൽ ഹിയർ ആണ് പ്രദർശന ചിത്രം. ഇത്തവണ 13,000 ഡെലിഗേറ്റുകളാണ് ചലച്ചിത്ര ആസ്വാദനത്തിനെത്തുന്നത്. ഒരു തവണ മേളയ്ക്കെത്തുന്നവർ വീണ്ടും വീണ്ടും ഇവിടേക്ക് വലിച്ചടുപ്പിക്കപ്പെടുമെന്നത് തീർച്ച. 10 വർഷത്തോളമായി IFFKയിൽ വന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഓരോ വർഷവും സിനിമകൾ കാണുന്തോറും താല്പര്യം കൂടുന്നതല്ലാതെ കുറയുന്നില്ല. ചലച്ചിത്രമേളയുടെ സ്ത്രീപക്ഷ നിലപാട് സുവ്യക്തമാക്കുന്ന രീതിയിലാണ് പ്രദർശന ചിത്രങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ പ്രദർശന ചിത്രങ്ങളിൽ 4 മലയാളികളായ വനിതാ സംവിധായകരുടേതാണ്. കാമദേവൻ നക്ഷത്രം കണ്ടു, വിക്ടോറിയ, അപ്പുറം, ഗേൾ ഫ്രണ്ട്സ് എന്നിവയാണ് ആ ചിത്രങ്ങൾ. സ്ത്രീകളേറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു മാറ്റം, വലിയ മാറ്റം പ്രത്യേകിച്ച് മലയാള സിനിമയിൽ പ്രതീക്ഷിച്ചിരുന്നു. അത് ഏറെ മാറ്റങ്ങൾ സർക്കാർ ഇത്തവണ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സിനിമ മേഖലയിൽ തന്നെ ഒരു വലിയ മാറ്റത്തിൻ്റെ ഒരു തുടക്കവും കൂടെയാകും. ചലച്ചിത്രമേളയിലെ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരത്തിന് അർഹമാകുന്ന സിനിമയ്ക്ക് 20 ലക്ഷം രൂപ ലഭിക്കും. നാളെ വൈകുന്നേരം 6 മണിക്ക് നിശാഗന്ധിയിൽ നടക്കുന്ന ചടങ്ങ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ഹോങ്കോങ്ങിൽ നിന്നുള്ള സംവിധായകൻ ആൻ ഹോയിക്ക് മുഖ്യമന്ത്രി ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം സമ്മാനിക്കും. തലസ്ഥാനത്തിനി കലയും സ്വാതന്ത്ര്യവും ഒത്തിണങ്ങുന്ന മനോഹരമായ 7 രാപ്പകലുകൾ. ചലച്ചിത്ര ആസ്വാദനത്തിനപ്പുറം കലയുടെയും സൗഹൃദത്തിൻ്റെയും ഒത്തുചേരലിൻ്റെയും വേദി കൂടിയാണ് ഓരോ ചലച്ചിത്രമേളയും. ക്യാമറാമാൻ സുനിലിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.